ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ്ങിന്റെ സവിശേഷതകൾ. അപ്പൊ പ്ലാനിങ്ങിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെ പഠിച്ചു പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. അതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഫീച്ചേഴ്സും പറയാം. എന്തൊക്കെയായിരിക്കും ഫീച്ചേഴ്സ്? ഇതിൽ നിന്ന് തന്നെ പറയുവാണെങ്കിൽ നമുക്ക് പറയാം, ലൈക്ക് ഇതിൽ പറയുന്നത് എന്താണ്? ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണമെന്ന് നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം ഫ്യൂച്ചറിൽ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. അപ്പൊ പ്ലാനിങ് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ് അല്ലെ? പ്ലാനിങ് ഇസ് ഫ്യൂച്ചർ ഓറിയന്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഭാവി സംബന്ധമാണ് പ്ലാനിങ്. പ്ലാനിങ് ഈസ് ഫ്യൂച്ചർ ഓറിയന്റഡ് അഥവാ ഭാവി സംബന്ധമാണ് പ്ലാനിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അഥവാ ഇനി അടുത്തത് നമുക്ക് എന്നാ പറയണം? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. അപ്പം എന്താണോ ഫ്യൂച്ചറിൽ ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. അപ്പം തീരുമാനങ്ങൾ എടുക്കുന്നു അല്ലെ? വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു, ഹൂ ഇസ് ടു ഡു ഇറ്റ് എന്നുള്ളതൊക്കെ ഡിസിഷൻസ് എടുക്കുന്നത് പ്ലാനിങ്ങിലൂടെയാണ്. അപ്പം പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. ഇങ്ങനെ നമുക്ക് കുറെ ഈ സെന്റൻസിൽ തന്നെ നമുക്ക് ഫീച്ചേഴ്സ്, ഇപ്പൊ 2 ഫീച്ചേഴ്സ് കിട്ടി. അങ്ങനെ നമുക്ക് ഫീച്ചേഴ്സ് ഒക്കെ, പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇപ്പൊ തന്നെ നമുക്ക് കുറച്ചൊക്കെ അറിയാമായിരിക്കും. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ഫീച്ചർ ഓഫ് പ്ലാനിങ്. പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. എന്ന് വെച്ചാൽ ആസൂത്രണം ലക്ഷ്യങ്ങൾ നേടുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പം ലക്ഷ്യങ്ങൾ അഥവാ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് നടത്തുന്നത്. ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് നടത്തുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ ആണേലും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒരു നല്ല ജോലി നേടണം. ആ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നതും പരീക്ഷയിൽ നന്നായിട്ട് മാർക്ക് മേടിക്കുന്നതും. അഥവാ ലൈക്ക് എല്ലാ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി എല്ലാ രീതിയിലും നന്നായിട്ടൊക്കെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നിങ്ങളുടെ ഒബ്ജക്റ്റീവ് നല്ലൊരു ജോലി കിട്ടുക എന്നായിരിക്കും നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നത്. അടുത്തത്, ഇപ്പം നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽസിന് പ്ലാനിങ് ഇത്ര ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഓർഗനൈസേഷനും പ്ലാനിങ് ഇമ്പോർട്ടന്റ് ആയിരിക്കും അല്ലെ? ഇപ്പം ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ഇപ്പം ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് ഫോർ എക്സാമ്പിൾ സെയിൽസ് 10% കൂട്ടണം ആണെന്ന് വെച്ചോളൂ. ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് സെയിൽസ് ബൈ 10% ആണ് ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്. അപ്പൊ ഓർഗനൈസേഷൻ എന്തൊക്കെ പ്ലാൻ ചെയ്യും? ഡിസ്കൗണ്ട്സ് കൊടുക്കും, ഓഫേഴ്സ് കൊടുക്കും, അഥവാ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കൂടുതൽ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കും, ക്വാളിറ്റി ഒക്കെ കൂടുതലും ക്വാണ്ടിറ്റി കൂടുതലുമായിട്ട് പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുക വഴി ഈ പ്ലാൻസ് ഒക്കെ കൂടെ ലക്ഷ്യമാക്കുന്നത് എന്താ? ആ ഫേമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഇൻക്രീസ് സെയിൽസ് ബൈ 10%, അഥവാ 10% സെയിൽസ് കൂട്ടുക എന്നുള്ള ആ ഫേമിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫേംസ് ഈ പ്ലാൻ എല്ലാം നടത്തുന്നത്. അപ്പം ഈ പ്ലാനിങ്ങിലൊക്കെ നടത്തുന്നത് സെയിൽസ് 10% കൂട്ടുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് വെച്ചാണ്. അപ്പം നമുക്ക് പറയാം, പ്ലാനിങ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് or goals of an organization. Thus, planning is a goal-oriented or purposeful. പ്ലാനിങ് നടത്തുന്നത് ഒരു ലക്ഷ്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി, ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് പ്ലാനിങ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഒരു ലൈക്ക് അച്ചീവിങ് ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടാണ് പ്ലാനിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്. അപ്പം നമ്മൾക്കാണ് നമ്മുടെ ഒരു ഗോള് നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ചെയ്യുന്നത് ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ പ്രോഫിറ്റ് കൂട്ടുക, സെയിൽസ് കൂട്ടുക, ഇതൊക്കെ ആയിരിക്കും ഒബ്ജക്റ്റീവ്. ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്, പ്ലാനിങ് ഫോക്കസസ് ഓൺ ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് പോയിന്റ്, പ്ലാനിങ് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് അഥവാ ആദ്യത്തെ ധർമ്മമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം അല്ലെ? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് 5 എണ്ണം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. ഇങ്ങനെ 5 ഫംഗ്ഷൻ ഉണ്ട് മാനേജ്മെന്റിന് എല്ലാവർക്കും അറിയാം. അപ്പൊ പ്ലാനിങ് ആണ് അതിലെ ഫസ്റ്റ് ഫംഗ്ഷൻ അഥവാ ആദ്യത്തത്, ഫോർമോസ്റ്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തതുമായിട്ടുള്ള ആദ്യത്തെ ഫംഗ്ഷനാണ് പ്ലാനിങ്. ഈ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഫംഗ്ഷൻസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാനിങ് ആണ് ഒരു ബേസ് ആയിട്ട്, അടിസ്ഥാന പ്ലാനിങ് ആണ്. പ്ലാനിങ് കഴിഞ്ഞിട്ടേ ബാക്കി ഓരോ ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം
It serves as the basis of all other managerial functions. All other functions of management are designed to achieve the goals set under planning. പ്ലാനിങ്ങിന് സെറ്റ് ചെയ്തേക്കുന്ന ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്ലാനിങ് സമയത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അഥവാ സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഫങ്ഷൻസ് എല്ലാം നടത്തുന്നത്. അപ്പം പ്ലാനിങ് ആണ് ബേസിസ് ഓഫ് ഓൾ അതർ ഫങ്ഷൻസ്. ബാക്കി എല്ലാ ഫങ്ഷന്റെയും ബേസ് ആയിട്ട് വരുന്നത് പ്ലാനിങ് ആണ്. അതാണ് സെക്കൻഡ് പോയിന്റ്. പ്ലാനിങ് ഇസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടു പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തത് പ്ലാനിങ് ഇസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഹലോ, കേക്കത്തില്ലേ? ഹലോ ഹലോ അപ്പം നമുക്ക് തേർഡ് പോയിന്റ് ഓഫ് പ്ലാനിങ് എന്താണെന്ന് നോക്കാം. പ്ലാനിങ് ഇസ് പെർവാസീവ് എന്ന് വെച്ചാൽ ആസൂത്രണം സർവ്വവ്യാപിയാണെന്നാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ആസൂത്രണം സർവ്വവ്യാപിയാണ്. പെർവാസീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാകത്തില്ല. പെർവാസീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് വ്യാപകമായത് അഥവാ വൈഡ് സ്പ്രെഡ്, പ്രസന്റ് എവ്രിവെയർ എന്നൊക്കെയാണ് പെർവാസീവിന്റെ അർത്ഥം. വ്യാപകമായത്, വൈഡ് സ്പ്രെഡ് എന്നൊക്കെയാണ് പെർവാസീവിന്റെ അർത്ഥം. എന്നുവെച്ചാൽ പ്ലാനിങ് ഒരു തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, എല്ലാ തലത്തിലും വേണ്ടതാണ് പ്ലാനിങ്. ഇതാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഓർഗനൈസേഷനിൽ പ്ലാനിങ് നടത്തുന്ന ആരായിരിക്കും? എപ്പോഴും പ്ലാനിങ് ചെയ്യുന്നത് ഒരു ടോപ്പ് മാനേജ്മെന്റ് ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അല്ല, എല്ലാ ഓർഗനൈസേഷനിലും ടോപ്പ് മാനേജ്മെന്റ് മാത്രമല്ല പ്ലാനിങ് നടത്തുന്നത്. ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻ ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആസ് വെൽ ആസ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് മാനേജ്മെന്റ്. എല്ലാ ലെവൽസിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും പ്ലാനിങ് അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ തന്നെയാണെങ്കിൽ ടോപ്പ് മാനേജ്മെന്റും മിഡിൽ മാനേജ്മെന്റും ലോവർ മാനേജേഴ്സും എല്ലാവരും കൂടെ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്താലേ ഫേം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഇപ്പൊ ടോപ്പ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഒരു ലോങ് ടേം പ്ലാൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് അഥവാ ഉണ്ടാക്കുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും. അതേസമയം മിഡിൽ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആയിരിക്കും മിഡിൽ മാനേജ്മെന്റിൽ ഉണ്ടാവുക. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ട പ്ലാന് സ്പെസിഫിക് ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് മാത്രം വേണ്ട പ്ലാൻസ് ആയിരിക്കും മിഡിൽ മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ഡിപ്പാർട്ട്മെന്റ്സ് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും മിഡിൽ മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ലോവർ മാനേജ്മെന്റ് അഥവാ സൂപ്പർവൈസേഴ്സ് ഒക്കെ ആണെങ്കിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്ലാൻസ് ആയിരിക്കും ലോവർ മാനേജ്മെന്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പ്ലാനിങ് ഒരു പെർവാസീവ് ആണ്, എല്ലായിടത്തും വ്യാപകമാണ്. ടോപ്പ് മാനേജ്മെന്റും മിഡിൽ മാനേജ്മെന്റും ലോവർ മാനേജ്മെന്റും എല്ലാവരും അവരവരുടെ രീതിയിൽ പ്ലാനിങ് ചെയ്താലേ ആ ഫേം നന്നായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അപ്പം പ്ലാനിങ് ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആസ് വെൽ ആസ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. Manager at top level prepares long-term plans for the entire organization. A manager at middle level formulates departmental plans and manager at lower level prepares day-to-day operating plans. അപ്പം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ലോങ് ടേം പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നു, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നു, ലോവർ ലെവൽ മാനേജ്മെന്റ് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കോളേജ് എടുത്താലും അങ്ങനെ തന്നെയാണ് അല്ലെ. ഇപ്പൊ ഒരു കോളേജിലാണെങ്കിൽ പ്രിൻസിപ്പൾ ഫുൾ കോളേജിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് പ്രിൻസിപ്പൾ പ്രിപ്പയർ ചെയ്യുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റ്സ്, ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും ഓരോ ഡിപ്പാർട്ട്മെന്റിലെ HOD അഥവാ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. അഥവാ ഒരു ക്ലാസ് ടീച്ചർ ആണെങ്കിലോ ആ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ഈ പ്രിൻസിപ്പൾ മാത്രം പ്രിപ്പയർ ചെയ്തത് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് എല്ലാവരും ആ പ്ലാൻ അനുസരിച്ച് ഫോളോ ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷൻ അഥവാ കോളേജ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും എല്ലാം മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് പറയുന്നത് പ്ലാനിങ് ഈസ് പെർവാസീവ്. പ്ലാനിങ് സർവ്വവ്യാപിയാണ്. അത് എല്ലാവരും കൂടി പ്ലാൻ ചെയ്താൽ മാത്രമേ നന്നായിട്ട് ഒരു ഓർഗനൈസേഷന് പോകാൻ പറ്റുള്ളൂ. സോ പ്ലാനിങ് ഈസ് നീഡഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഒരാൾ മാത്രം ചെയ്താൽ അത് കാര്യമില്ല. പ്ലാനിങ് ചെയ്യുമ്പോൾ എല്ലാവരോടും നല്ല രീതിയിൽ ചെയ്യണം. അപ്പൊ തേർഡ് പോയിന്റ് ആണ് പ്ലാനിങ് ഈസ് പെർവാസീവ്. ഫോർത്ത് പോയിന്റ് നോക്കാം. പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. ആസൂത്രണം ഒരു തുടർ പ്രക്രിയയാണ്. എന്ന് വെച്ചാൽ അതൊരു നെവർ എൻഡിങ് പ്രോസസ് ആണ്. ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്. അപ്പം
നമ്മൾ തന്നെയാണേലും പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെയാണോ? അപ്പം ഒരു 1 മന്തിലേക്കുള്ള പ്ലാന്, 1 ഇയറിലേക്ക്, ഒരു ആഴ്ചയിലേക്ക്, അല്ലെ ഒരു ക്വാർട്ടറിലേക്ക്, അങ്ങനെയൊക്കെ ആയിരിക്കും പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പ്ലാൻസ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പം പുതിയ റിക്വയർമെന്റ്സും പുതിയ ഫ്യൂച്ചറിലെ കണ്ടീഷൻസും ഒക്കെ കൺസിഡർ ചെയ്ത് പുതിയ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങളുടെ തന്നെയാണെങ്കിലും ടൈം ടേബിൾ ഒക്കെ നേരത്തെ ഒരു ടൈം ടേബിൾ ആയിരുന്നു, സ്കൂളിൽ വെച്ച ഒരു ടൈം ടേബിൾ ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ ഓരോ തവണയും ഓരോരോ മാറ്റങ്ങൾ വരുത്തേണ്ട രീതിയിൽ പ്ലാൻ ചെയ്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്ത് ആലോചിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം പ്ലാനിങ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇപ്പം ഒരു കമ്പനിയുടെ കാര്യം എടുക്കുവാണെങ്കിൽ ഇപ്പൊ കമ്പനി ഫുൾ മാർക്കറ്റ് ഒക്കെ സ്റ്റഡി ചെയ്ത് അവരുടെ പ്രൊഡക്ഷൻ ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് അവരൊരു പ്ലാൻ തീരുമാനിച്ചു. അവർക്ക് ഒരു മാസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസിന്റെ ഒരു 1000 യൂണിറ്റ്സ് റോ മെറ്റീരിയൽസ് വേണമെന്ന് അവര് മനസ്സിലാക്കി എന്ന് വിചാരിച്ചോളൂ. അത് കഴിയുമ്പോൾ പക്ഷെ അവര് അതെല്ലാം മനസ്സിലാക്കി പ്രൊഡക്ഷൻ എല്ലാം തുടങ്ങിക്കഴിഞ്ഞപ്പം ഒരു 25 ദിവസം കഴിഞ്ഞപ്പം ആ റോ മെറ്റീരിയൽസ് തീർന്നു. 1000 യൂണിറ്റ്സ് റോ മെറ്റീരിയൽസ് വെച്ചുള്ള പ്രൊഡക്ഷൻ തീർന്നു. 5 ദിവസത്തേക്ക് പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ട വന്നു. അപ്പൊ അടുത്ത മാസം അവർ പ്ലാൻ ചെയ്യുമ്പം അവർ പിന്നെയും 1000 യൂണിറ്റ്സ് ആയിരിക്കും പ്ലാൻ ചെയ്യുക? ഉറപ്പായിട്ടും അല്ല അല്ലെ. അവര് ഒരു 1000-നേക്കാൾ എന്താണേലും കൂടുതൽ യൂണിറ്റ്സ് ആയിരിക്കും പ്ലാൻ ചെയ്യുക. ഒരു 1200 യൂണിറ്റ്സ് എങ്കിലും ചുരുങ്ങിയത് അവർ പ്ലാൻ ചെയ്യും. കാരണം എന്താ, അവർക്ക് മനസ്സിലായി കഴിഞ്ഞ തവണ 1000 യൂണിറ്റ്സ് ആയിട്ട് അത് പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ട വന്നു. അതുകൊണ്ട് ഇത്തവണ അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്താണേലും ഒരു 1200 യൂണിറ്റ്സ് എങ്കിലും പ്ലാൻ ചെയ്യും. അപ്പൊ അതാണ് പറയുന്നത് പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്ലാൻസ് റിവൈസ് ചെയ്യുകയും പുതിയ പ്ലാൻസ് ഫോളോ ചെയ്യുകയും പുതിയ പ്ലാൻസ് അഡാപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. Planning is an ongoing and dynamic process. Plans are prepared for a specific time period, say for a month, a quarter, a year, and at the end of which new plans are to be prepared. ഓരോ പ്ലാൻസും പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വർഷത്തേക്കോ മാസത്തേക്കോ ആഴ്ചയിലേക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും, അഥവാ ഒരു ക്വാർട്ടറിലേക്കൊക്കെ ആയിരിക്കും പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ആ പീരീഡ് കഴിയുമ്പോൾ നമ്മൾ പുതിയ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത് വരും. അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. 5th പോയിന്റ്, പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാനിങ് നമ്മൾ ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം പ്ലാനിങ് ഒരു ഫോർവേഡ് ലുക്കിംഗ് പ്രോസസ്സാണ്, അഥവാ ഭാവി സംബന്ധമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ലൈക്ക് പ്ലാനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, പ്ലാനിങ് ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഇവന്റ്സ്. ഫ്യൂച്ചർ ഇവന്റ്സ് ഫോർകാസ്റ്റ് ചെയ്യുകയാണ്. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവചിക്കുകയാണ്. ഫ്യൂച്ചർ എങ്ങനെയാവണമെന്ന് പ്രവചിക്കുകയാണ് പ്ലാനിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ എങ്ങനെയാവണം അഥവാ മുമ്പ് എങ്ങനെ ചെയ്യാമായിരുന്നു എന്നല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പ്ലാനിങ് എപ്പോഴും നമ്മൾ ഭാവിയിലേക്കാണ് ചെയ്യുന്നത്. അടുത്ത കാര്യം നമ്മൾ എങ്ങനെ ഈ പരീക്ഷയ്ക്ക് ഇനി എങ്ങനെ മാർക്ക് മേടിക്കാൻ പറ്റും എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ പ്ലാനിങ് എപ്പോഴും ഫോർവേഡ് ലുക്കിംഗ് ആണ്, എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ് പ്ലാനിങ്. പ്ലാനിങ് ഈസ് ലുക്കിംഗ് എഹെഡ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ദ ഫ്യൂച്ചർ. ഹെൻസ് ഫോർകാസ്റ്റിംഗ് ഇസ് ദ എസൻസ് ഓഫ് പ്ലാനിങ്. ഫോർകാസ്റ്റിംഗ് ഇൻവോൾവ്സ് ആന്റിസിപ്പേറ്റിംഗ് സം ഫ്യൂച്ചർ ഇവന്റ്സ്. അപ്പം പ്ലാനിങ്ങിൽ എപ്പോഴും നമ്മൾ പറയുന്നത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഇപ്പൊ ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പ്ലാനിങ്ങിൽ നമ്മൾ നോക്കുന്നത്. അപ്പം പ്ലാനിങ്ങിൽ പ്രവചനം എന്ന് വെച്ചാൽ പ്ലാനിങ്ങിൽ മുൻകൂട്ടി ഭാവി നോക്കുന്നതാണ് പ്ലാനിങ്ങിൽ പറയുന്നത്. ഭാവിയെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പം ഫ്യൂച്ചർ പ്രവചിച്ച് അത് എങ്ങനെയാവണം എന്നൊക്കെ നോക്കുന്നത് പ്ലാനിങ്ങിലൂടെയാണ്. നമ്മൾ അതിൽ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഭാവി സംബന്ധമാണ്, അഥവാ ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ് എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് 5th പോയിന്റിൽ പറയുന്നത്. 6th പോയിന്റ്, പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. അത് നമ്മൾ കണ്ടു. പ്ലാനിങ്ങിൽ എന്താണ് പറയുന്നത്, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ് സഹായിക്കുന്നു. ഇപ്പം വാട്ട് ടു ബി ഡൺ, ഹൗ ടു ഡു ഇറ്റ്, അല്ലെങ്കിൽ ഹു വിൽ ഡു ഇറ്റ്, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് പ്ലാനിങ്ങിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. ഇപ്പൊ ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് അഥവാ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഡിസിഷൻ എടുക്കേണ്ട വരും. ഇപ്പൊ ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാനെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഡിസിഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് ഒരു കാര്യം ചെയ്യാനെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യണം, ഇതിൽ ഏത് ഡിസിഷൻ നമ്മൾ എടുക്കണം എന്ന് നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ട എക്സാമ്പിൾ പോലെ ഇപ്പൊ പാലായിൽ നിന്ന് കോട്ടയം വരെ ഒരാൾക്ക് പോകണമെങ്കിൽ പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അല്ലെ, പല വഴികളുണ്ട് ആൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പല ഓപ്ഷൻസും, അപ്പം അയാൾ എന്ത് ചെയ്യണം, ഏതൊക്കെ ഓപ്ഷൻസ് എന്ന് കണ്ടെത്തണം, അതിനെ അനലൈസ് ചെയ്യണം, എന്നിട്ട് പ്ലാൻ ചെയ്യണം ഏത് വഴിയിൽ പോയാലാണ്
ഏറ്റവും നല്ലത്, ഏറ്റവും റോഡ് നല്ലത്, കിലോമീറ്റർ ഏതാ കുറവ്, അങ്ങനെയുള്ള പ്ലാൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് അങ്ങനെയുള്ള ഡിസിഷൻസ് എല്ലാം എടുത്ത് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ പ്ലാനിങ് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ നല്ല ഡിസിഷൻസ് എടുക്കാനും പറ്റുള്ളൂ. അപ്പൊ പ്ലാനിങ് എസ്പെഷ്യലി ഇൻവോൾവ്സ് ചോയ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. If there is only one course of action, there is no choice. Planning involves studying and evaluating each alternative and choosing the most appropriate one. അപ്പം എല്ലാ ഓൾട്ടർനേറ്റീവ്സും കണ്ടെത്തി അത് പഠിച്ച് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണെന്ന് കണ്ടെത്തുന്നതാണ് പ്ലാനിങ് പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ്ങിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. സെവൻത് പോയിന്റ് ആണ് പ്ലാനിങ് ഇസ് എ മെന്റൽ എക്സസൈസ്. ആസൂത്രണം അഥവാ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മാനസിക വ്യായാമമാണ്. എന്ന് വെച്ചാൽ പ്ലാനിങ് ഇസ് എ മെന്റൽ വർക്ക് കൺസേൺഡ് വിത്ത് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഇറ്റ് ഈസ് എൻ ഇന്റലക്ച്വൽ പ്രോസസ് ആൻഡ് ഇൻവോൾവ്സ് ഫോർസൈറ്റ്, ഇമാജിനേഷൻ ആൻഡ് സൗണ്ട് ജഡ്ജ്മെന്റ്. പ്ലാനിങ് ഒരു മെന്റൽ എക്സസൈസ് ആണ്. അഥവാ പ്രവർത്തിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക എന്നുള്ളൊരു ലൈക്ക് തിങ്കിങ് ബിഫോർ ഡൂയിങ് അഥവാ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക എന്നുള്ളൊരു മെന്റൽ എക്സസൈസ് ആണ് പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാ ചിന്തിക്കേണ്ടത്? ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചാൽ പ്ലാനിങ് ആവുമോ? ഇല്ല. ഇന്റലിജന്റ് ഇമാജിനേഷൻ ആയിരിക്കണം, ലോജിക്കലും സിസ്റ്റമാറ്റിക് ചിട്ടയായിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഇമാജിനേഷൻ ആയിരിക്കണം, തിങ്കിങ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇല്ലെങ്കിൽ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ആ ഡിസിഷൻ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ആ ഡിസിഷൻ ഫ്ലോപ്പ് ആവുകയും ആ പ്ലാൻ സക്സസ്ഫുൾ അല്ലാതാവുകയും ബിസിനസ് തന്നെ സക്സസ്ഫുൾ അല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക എന്നുള്ളൊരു മെന്റൽ എക്സസൈസ് ആണ് പ്ലാനിങ്ങിലൂടെ നടക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് ഇന്റലിജന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടും നല്ല രീതിയിൽ ഇമാജിനേഷനും തിങ്കിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാനിങ് നടക്കുകയുള്ളൂ. അപ്പൊ അത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് കണക്ക് കൂട്ടുന്നതിനാണ് പ്ലാനിങ് എന്ന് പറയുക. അപ്പം പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് ആണ് ഈ 7 കണ്ടത്. 7 ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്ലാനിങ് ഫോക്കസസ് ഓൺ ഒബ്ജക്റ്റീവ്സ്. അച്ചീവിങ് ഒബ്ജക്റ്റീവ്സിനായിരിക്കും പ്ലാനിങ് ഫോക്കസ് ചെയ്യുന്നത്. സെക്കൻഡ്, ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് പ്ലാനിങ് is the primary function of management. Third one, planning is pervasive. Fourth one, planning is continuous. Fifth one, planning is futuristic അഥവാ future oriented. Sixth one, planning involves decision making. Seventh one, planning is a mental exercise. അപ്പൊ ഇത് 7 പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ്. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എന്താണെന്ന് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിന്റെ ഡിസഡ്വാൻറ്റേജസ് അഥവാ ഡീമെറിറ്റ്സ്, പ്ലാനിങ് ആസൂത്രണത്തിന്റെ പരിമിതികൾ എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ആണ് എഴുതേണ്ടത്. ഡിസഡ്വാൻറ്റേജസ്, ഡീമെറിറ്റ്സ്, പരിമിതികളൊക്കെ ആണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ഇപ്പം നമ്മൾ ഇത്രയും പ്ലാനിങ്ങിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ പ്ലാനിങ്ങിന് എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്, അല്ലവാ പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ്, പ്ലാനിങ്ങിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്തൊക്കെയാണ് പ്ലാനിങ്ങിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും ലിമിറ്റേഷൻസ്? ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം എപ്പോഴും നടക്കണം എന്നുണ്ടോ? നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം നടക്കാറില്ല. ചിലപ്പോൾ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കത്തില്ല കാര്യങ്ങൾ. അപ്പൊ അത് പ്ലാനിങ്ങിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. നമ്മൾ പ്ലാൻ ചെയ്തത് ആയിരിക്കത്തില്ല നടക്കുന്നത്. പിന്നെ ലൈക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി കിട്ടും. എന്ന് വെച്ചാൽ ഓക്കെ ഇനി എല്ലാം ഓക്കെ ആണ്, നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എല്ലാം ഓക്കെ ആയിരിക്കും, ഇനി ഒരു പ്രശ്നവും വരത്തില്ല, ഇനി എല്ലാം പ്ലാൻ പറ്റി തന്നെ എല്ലാം നടന്നോളും, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാകും പ്ലാനിങ് ചെയ്യുന്നത് വഴി. അപ്പൊ പ്ലാൻ ചെയ്താൽ ഓക്കെ ഇനി ഇങ്ങനെ അങ്ങ് നടന്നാൽ മതി, എല്ലാം ഓക്കെ ആയിരിക്കും, നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരും. പ്ലാനിങ് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. കാരണം ഇങ്ങനെ ഓൾട്ടർനേറ്റീവ്സ് എല്ലാം നോക്കി എങ്ങനെയൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്ലാനിങ് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. കോസ്റ്റ് ഇൻവോൾവ് ആണ് പ്ലാനിങ്ങില്. പിന്നെ കൃത്യമായിട്ടുള്ള ഡേറ്റ വെച്ചല്ല പ്ലാൻ ചെയ്തെങ്കിൽ പ്ലാനിങ്ങിലെ ഡിസിഷൻസ് എല്ലാം തെറ്റായിട്ട് പോകാം. പിന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻവയോൺമെന്റിൽ പ്ലാനിങ് എപ്പോഴും നല്ല രീതിയിൽ നടക്കണം എന്നില്ല. ഇപ്പൊ തന്നെ ആണെങ്കിലും ഈ COVID-19 ഒക്കെ സാഹചര്യത്തിൽ ബിസിനസ് ഒക്കെ നേരത്തെ അപ്പം ഈ ചേഞ്ചിങ് എൻവയോൺമെന്റിലേക്ക് ഇപ്പം COVID-19 അങ്ങനെയുള്ള ഈ ചേഞ്ചിങ് ബിസിനസ് ഒക്കെ ഭയങ്കരമായിട്ട് COVID-19 ഒക്കെ അഫക്ട് ചെയ്തു. അങ്ങനെയുള്ള എൻവയോൺമെന്റിലൊക്കെ പ്ലാനിങ്ങിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ആ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടക്കത്തില്ല.
അപ്പൊ നമുക്ക് മനസ്സിലായി പ്ലാനിങ്ങിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് പ്ലാനിങ്ങിൽ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന്. ആദ്യത്തേത് പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി. പ്ലാനിങ് ഇൻഫ്ലെക്സിബിൾ ആണ്, എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ അല്ല ഒട്ടും. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ദൃഢതയിലേക്ക് നയിക്കുന്നതാണ്. ഈ റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലെക്സിബിൾ അല്ല, അയവില്ലാത്തത് എന്നൊക്കെയാണ് റിജിഡ് എന്ന് പറഞ്ഞാൽ. ലൈക്ക് ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരവസ്ഥയാണ് പ്ലാനിങ് നടക്കുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ജോഷു ഒന്ന് മ്യൂട്ട് ചെയ്യുവോ? ഇപ്പൊ പ്ലാൻസ് നമ്മൾ മെയിൻലി ഫ്രെയിം ചെയ്യുന്നത് ആരാണ്? പ്ലാൻസ് ഫ്രെയിം ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആണ് അല്ലെ? അപ്പം ടോപ്പ് മാനേജ്മെന്റ് ആണ് മെയിൻ പ്ലാൻസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫുൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് എല്ലാം ഫ്രെയിം ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ ടോപ്പ് മാനേജ്മെന്റ് ഫ്രെയിം ചെയ്യുന്ന പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യാണ് ലോവർ മാനേജ്മെന്റ് ചെയ്യുന്നത്. അപ്പം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പ്ലാൻസ് ഒക്കെയാണ് ലോവർ മാനേജ്മെന്റ് എടുക്കുക. മെയിൻ ആയിട്ടുള്ള ഫേമിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഒക്കെ എടുക്കുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ലോവർ മാനേജ്മെന്റ് അത് ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്ലാൻസ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പൊ ടോപ്പ് മാനേജ്മെന്റിന്റെ പ്ലാൻ ആയിരിക്കും നടക്കേണ്ടത്. അതിന് അപ്പം ലോവർ മാനേജ്മെന്റിന് അത് ഒന്ന് മാറ്റാനൊന്നുമുള്ള ഫ്ലെക്സിബിലിറ്റി ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം ലോവർ മാനേജ്മെന്റ് അത് തന്നെ ഫോളോ ചെയ്യണം, അത്രേ ഉണ്ടാവുള്ളൂ. അഥവാ അത് മാറ്റാനൊന്നും ലോവർ മാനേജ്മെന്റിനെ കൊണ്ട് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ലോവർ മാനേജ്മെന്റിനെ സംബന്ധിച്ച് പ്ലാനിങ് ഇൻഫ്ലെക്സിബിൾ ആണ്, അഥവാ റിജിഡ് ആണ്. Planning restricts the individual skill, initiative, and creativity because employees are required to work strictly according to the plans. അപ്പം എംപ്ലോയീസ് അഥവാ ലോവർ മാനേജ്മെന്റിന്റെ കീഴിലുള്ള എംപ്ലോയീസ് ഈ പ്ലാൻ എല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടി സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ടോപ്പ് മാനേജ്മെന്റ് എടുത്ത പ്ലാൻസ് എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്ലെക്സിബിലിറ്റി കുറവാണ്, എന്ന് വെച്ചാൽ പ്ലാനിങ് റിജിഡ് ആണ്. അപ്പൊ എംപ്ലോയീസിന്റെ ക്രിയേറ്റിവിറ്റിയും സ്കില്ലും ഒക്കെ ഈ പ്ലാനിങ് തടയുന്നുണ്ട്. കാരണം പ്ലാൻ അനുസരിച്ച് മാത്രമേ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പ്ലാനിങ് റിജിഡ് ആണ്, അഥവാ പ്ലാൻ ലീഡ്സ് ടു റിജിഡിറ്റി. ഇൻഫ്ലെക്സിബിൾ ആണ് പ്ലാനിങ്, അയവില്ലാത്തതാണ് പ്ലാനിങ്. ഓൾറെഡി പ്ലാൻ ചെയ്താൽ അതനുസരിച്ച് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, പ്ലാനിങ് മെ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെന്റ്. ഡൈനാമിക് ആയിട്ടുള്ള മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയിൽ പ്ലാനിങ് അഥവാ ആസൂത്രണം പ്രാവർത്തികമാകണമെന്നില്ല. അപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയിൽ പ്ലാൻ അതെല്ലാം നമുക്ക് അതുപടി തന്നെ പ്ലാനിങ് നടത്താൻ പറ്റിയെന്ന് വരത്തില്ല. പ്ലാൻ അനുസരിച്ച് തന്നെ എല്ലാം നടത്താൻ പറ്റിയെന്ന് വരത്തില്ല. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാറുന്നത്, ഫ്രീക്വന്റ്ലി മാറിക്കൊണ്ടിരിക്കുന്നത്, ചേഞ്ചിങ് എൻവയോൺമെന്റ് എന്നൊക്കെയാണ്. ഡൈനാമിക് എന്നുള്ള വേർഡിന്റെ അർത്ഥം ചേഞ്ചിങ്, മാറുന്നത് എന്നൊക്കെയാണ് ഡൈനാമിക് എന്ന് പറഞ്ഞ അർത്ഥം. അപ്പം മാറുന്ന ഒരു എൻവയോൺമെന്റിൽ പ്ലാനിങ് എപ്പോഴും നന്നായിട്ട് നടക്കണം എന്നില്ല. ഇപ്പം ബിസിനസ് എൻവയോൺമെന്റ് ഇസ് ഡൈനാമിക് as there are continuously changes taking place in economic, social, technological, political and legal environment. It becomes very difficult to forecast future changes. Plans may fail if changes are very frequent. അപ്പം ഇപ്പം നമ്മൾ നിലവിലുള്ള സാഹചര്യം, ഈ COVID-19 പാൻഡമിക് ഒക്കെ വന്നപ്പം ബിസിനസ്സിനെ അത് വളരെയധികം അഫക്റ്റ് ചെയ്തല്ലേ. ഈ ലൈക്ക് നമ്മൾ നേരത്തെ നമ്മളുടെ പ്ലാൻസ് എല്ലാം മാറ്റേണ്ടി വന്നു. അപ്പൊ ബിസിനസ്സിനെ വളരെയധികം അഫക്റ്റ് ചെയ്തു. ലൈക്ക് ബിസിനസ് ഒക്കെ അടച്ചിടേണ്ടി വന്നു, സെയിൽസ് കുറഞ്ഞു, പ്രോഫിറ്റ് കുറഞ്ഞു, ബിസിനസിന്റെ ടാർഗറ്റ് എല്ലാം കുറഞ്ഞു. അങ്ങനെ നേരത്തെ ഫിക്സ് ചെയ്ത ആ പ്ലാനിൽ നിന്ന് നമ്മൾ മാറേണ്ടി വന്നു. നേരത്തെ ഒരു 50 ലക്ഷം രൂപ ഒരു വർഷം ടേൺ ഓവർ കിട്ടണം, അഥവാ സെയിൽസ് 50 ലക്ഷം രൂപ കിട്ടണം എന്നാണ് വിചാരിച്ചതെങ്കിൽ അതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബിസിനസ് അടച്ചിടേണ്ടി വന്നു. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ട് തന്നെ ആ പ്ലാനിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ട് പുതിയൊരു പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് പറയുന്നത് പ്ലാനിങ് എപ്പോഴും ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ചേഞ്ചിങ് എൻവയോൺമെന്റിൽ പ്ലാനിങ് ഒരിക്കലും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അത് അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്, അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പ്ലാനിങ് ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ എപ്പോഴും വർക്ക്ഔട്ട് ആവണം എന്ന് നിർബന്ധമില്ല. മൂന്നാമതാണ് പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. പ്ലാനിങ് അഥവാ ആസൂത്രണം ക്രിയാത്മകത കുറയ്ക്കുന്നു. ഈ ക്രിയേറ്റിവിറ്റി കുറയ്ക്കാൻ പ്ലാൻസിന് പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്, ലൈക്ക് ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും കൂടുതൽ ഡിസിഷൻസ് എടുക്കുക, ആൻഡ് ലോവർ മാനേജ്മെന്റ് അഥവാ മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ മാനേജ്മെന്റും ഒക്കെ
അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും അത് നടപ്പിലാക്കുകയൊക്കെയാണ് ലോവർ ലെവൽ മാനേജ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്സ് ആയിരിക്കും അതൊക്കെ ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടത്, പക്ഷെ വർക്ക് ചെയ്യേണ്ടത് ലോവർ ലെവൽ മാനേജ്മെന്റ്സ് ആയിരിക്കും. അപ്പൊ ഈ ലോവർ ലെവൽ മാനേജേഴ്സിന്റെ ക്രിയേറ്റിവിറ്റിക്കൊക്കെ അവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല, അവരുടെ ആ ക്രിയേറ്റിവിറ്റിക്ക് ഒരു പ്രാധാന്യവും ഇല്ല. അപ്പം ലോവർ ലെവൽ മാനേജേഴ്സ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഡിസിഷൻ എടുക്കേണ്ട പാർട്ട് മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ലോവർ ലെവൽ മാനേജേഴ്സ് ആണ് ഇതെല്ലാം പ്രാക്ടിക്കൽ ആയിട്ട് ഈ ജോലിയെല്ലാം ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ അവരുടെ ജോലിയെ സംബന്ധിച്ചുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാവുക ഈ ലോവർ ലെവൽ എംപ്ലോയീസിനൊക്കെ ആയിരിക്കും. എംപ്ലോയീസ് ആണല്ലോ അത് ചെയ്യുന്നത്. അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് അവരുടെ ജോലി മാത്രം എങ്ങനെയാണ് നല്ല രീതിയിൽ ചെയ്യേണ്ടതെന്ന് അവർക്കറിയായിരിക്കും. ആൻഡ് അവർക്ക് അതിലും നന്നായിട്ട് പ്ലാൻ ചെയ്യാനും അതിലും എഫക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും പ്ലാൻ ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കും. പക്ഷെ അവരുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുകയാണ്, കാരണം പ്ലാൻസ് എപ്പോഴും ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. Managers at middle and lower level are just implementing the plans formulated by top level management. Thus, it reduces the creativity among them. അപ്പം ജസ്റ്റ് ഓർഡേഴ്സ് എല്ലാം ഫോളോ ചെയ്യാണ് ഈ ലോവർ ലെവലും മിഡിൽ ലെവൽ എംപ്ലോയീസും ചെയ്യുന്നത്. അത് മെയിൻ പ്ലാൻസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. അപ്പം പ്ലാനിങ്ങിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. ഫോർത്ത് പോയിന്റ് ആണ് planning involves huge cost. ചിലവേറിയ ഒരു പ്രക്രിയയാണ് പ്ലാനിങ്. പ്ലാനിങ് ഒരു കോസ്റ്റ് കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. അപ്പം പ്ലാനിങ് പ്രോസസ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് കോസ്റ്റ് because it is an intellectual process and companies need to hire the professional experts to carry on this process. It is a time consuming process. അപ്പം ഒരു പ്ലാനിങ് ഒരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്, ഒരു ചെലവേറിയ ഒരു പ്രോസസ് കൂടിയാണ്. ഇപ്പൊ നല്ല പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പ്രൊഫഷണൽ എക്സ്പേർട്സിനൊക്കെ കൊണ്ടുവരണം, അവരുമായിട്ട് ഡിസ്കഷൻസ് നടത്തണം, എന്നിട്ട് എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നൊക്കെ കണ്ടെത്തണം, എന്നിട്ട് അതിന്റെ ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അഥവാ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അതിനെ കുറിച്ചൊക്കെ പഠിക്കണം, അത് ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് ഡേറ്റ കളക്ട് ചെയ്യണം, എന്നിട്ട് അത് അനലൈസ് ചെയ്യണം, എന്നിട്ടാണ് നല്ല പ്ലാൻ ഏതാണ് നല്ലത് എന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാൻസ് എടുക്കേണ്ടത്. അപ്പൊ ഇതിനെല്ലാത്തിനും ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റും ഇൻവോൾവ് ആണ്. കാരണം എക്സ്പേർട്സിനൊക്കെ കൊണ്ടുവരണമെങ്കിൽ അതിന് കോസ്റ്റ് ഇൻവോൾവ് ആണ്. അപ്പം പ്ലാനിങ് ഒരു കോസ്റ്റ് കൺസ്യൂമിങ് അഥവാ ടൈം കൺസ്യൂമിങ് ഹ്യൂജ് കോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് ഈ പ്ലാൻസ് എല്ലാം നോക്കി ഇതിൽ ഏതാ ബെസ്റ്റ് പ്ലാൻസ് എന്നൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ എക്സ്പേർട്സിനെ കൊണ്ടുവരണം, ഡിസ്കഷൻസ് വേണം, ബോർഡ് മീറ്റിംഗ്സ് ഒക്കെ നടത്തേണ്ട വരും ചില പ്ലാൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ. അങ്ങനെയൊക്കെ കൂടെ നോക്കുമ്പോൾ ഇതൊരു ഹ്യൂജ് കോസ്റ്റ് കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. അപ്പൊ പ്ലാനിങ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്. അതാണ് ഫോർത്ത് ലിമിറ്റേഷൻ. ഫിഫ്ത്ത്, പ്ലാനിങ് ഇസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് പ്ലാനിങ്. Planning is a time-consuming process because it takes long time to evaluate the alternatives and select the best one. Lot of time is needed in developing planning premises. അപ്പം പ്ലാനിങ്ങിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് പഠിച്ച് അതെല്ലാം കമ്പയർ ചെയ്ത് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഏതാണെന്ന് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കൂടുതൽ സമയം എടുക്കുന്ന കാര്യമാണ്. കാരണം ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അഥവാ ഓൾട്ടർനേറ്റീവ്സും നമ്മൾ കണ്ടെത്തണം, എന്നിട്ട് അതിലെ ഓരോ ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, എന്നിട്ട് അതെല്ലാം ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്, കൂടുതൽ സമയം എടുക്കുന്ന ഒരു പ്രക്രിയയാണ് പ്ലാനിങ്. അതാണ് അതിന്റെ ഫിഫ്ത്ത് ലിമിറ്റേഷനിൽ പറയുന്നത്. പ്ലാനിങ് ഇസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. സിക്സ്ത്, പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. നന്നായിട്ട് പ്ലാൻ ചെയ്തു എന്നതുകൊണ്ട് വിജയം ഉറപ്പാണ് എന്ന് നിർബന്ധമില്ല. അപ്പൊ പ്ലാനിങ് ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. The success of an enterprise is possible only when plans are properly drawn up and implemented. Sometimes managers have false sense of security to work out prompt planning. അപ്പം പ്ലാൻ ചെയ്തത് എന്നതുകൊണ്ട് എപ്പോഴും സക്സസ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പം മാനേജ്മെന്റ് പ്ലാൻ ചെയ്തതിനനുസരിച്ച് ഫേവറബിൾ ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെന്റും എല്ലാം ആണെങ്കിൽ മാത്രമേ ഈ പ്ലാൻസ് വർക്ക്ഔട്ട് ആവുകയുള്ളൂ, സക്സസ് ഉണ്ടാകത്തുള്ളൂ. അപ്പം മിക്കപ്പോഴും മാനേജേഴ്സ് എങ്ങനെയായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത് അഥവാ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്രീവിയസ്ലി ട്രൈഡ് ആയിട്ടുള്ള ഓപ്ഷൻസും
മുമ്പ് സക്സസ് ആയിട്ടുള്ള പ്ലാൻസും ഒക്കെ ആയിരിക്കും മാനേജേഴ്സ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പം എല്ലാ പ്ലാൻസും നടപ്പാക്കുമ്പോൾ ഈ നല്ല റിസൾട്ട് തന്നെ എല്ലാ രീതിയിലും നന്നായിട്ട് തന്നെ പോകണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ചില സമയത്ത് ആ പ്ലാൻസ് ഫെയിലിയർ ആകാം, ചില സമയത്ത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടും പോകാം. അതുകൊണ്ട് തന്നെ സക്സസ് ഗ്യാരണ്ടീഡ് അല്ല എന്ന് ഗ്യാരണ്ടീഡ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഗ്യാരണ്ടീഡ് അല്ല, എപ്പോഴും പ്ലാൻ പ്രതി തന്നെ പോകണം എന്നില്ല, ആൻഡ് പ്ലാനിങ് സക്സസ്ഫുൾ ആകണമെന്നുമില്ല. അപ്പം പ്ലാനിങ് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആണ്. പ്ലാൻ ചെയ്ത എല്ലാം സക്സസ്ഫുൾ ആയിട്ട് നടക്കും എന്നൊന്നുമില്ല. ഇപ്പം നിങ്ങൾ തന്നെയാണെങ്കിലും എക്സാമിന് ഫുൾ പ്ലാൻ ചെയ്ത് ഫുൾ ടൈം ടേബിൾ ഒക്കെ വെച്ച് പഠിച്ച് ഫുൾ പ്ലാൻ ചെയ്തിട്ട് ഫുൾ നന്നായിട്ട് എല്ലാം ചെയ്ത് നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാൻ പോയെന്ന് വെച്ചു. ഭയങ്കര പാടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നെങ്കിൽ എക്സാം പാടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തത് കൊണ്ട് ഫുൾ മാർക്ക് കിട്ടും എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടണം എന്നില്ല. നല്ല മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷെ ഫുൾ മാർക്ക് കിട്ടണം എന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ സക്സസ് ഗ്യാരണ്ടീഡ് അല്ല. എപ്പോഴും പ്ലാൻ ചെയ്താലും ചിലപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും, ഇനി ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെയാണ്, ഒരു പ്രോബ്ലവും ഇല്ല, എല്ലാം കൃത്യം നമ്മുടെ പ്ലാൻ പ്രതിയെ നടക്കുള്ളൂ എന്നൊക്കെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ചിലപ്പം പ്ലാൻ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും പ്ലാനിങ്. അപ്പൊ അതാണ് 6th പോയിന്റ് അഥവാ 6th ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്, പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. അപ്പൊ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തത് പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി അഥവാ ഇൻഫ്ലെക്സിബിലിറ്റി. സെക്കൻഡ് വൺ, planning may not work in dynamic environment. Third one, planning reduces creativity. Fourth one, planning involves huge cost. Fifth one, planning is a time consuming process. Sixth one, planning does not guarantee success. ഇതൊക്കെയാണ് പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ്.